പ്രണാമം. മനുഷ്യന്റെ സ്വഭാവവും പേഴ്സണാലിറ്റിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? വൈകാരികമായ തലത്തിൽ നമ്മളുടെ സ്വഭാവത്തിന് എന്താണ് ബന്ധമുള്ളത്? നല്ല വ്യക്തിത്വം കാണിക്കുന്ന ചിലരുണ്ട്. നമ്മൾ ചിലവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ആകർഷണീയരാവാറുണ്ട്. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, എന്തുകൊണ്ട് ഇവർ ഇത്രയും മനോഹരമായി പെരുമാറുന്നു, സംസാരിക്കുന്നു. നമുക്കും അതേ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ആകർഷകമായ സ്വഭാവത്തെ കൊണ്ടുവരാൻ സാധിക്കും. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവത്തിലേക്ക് മാറാനും കഴിയും. നമ്മുടെ നല്ല പേഴ്സണാലിറ്റിയെ നമുക്ക് പുറത്ത് കാണിക്കാനും കഴിയും. എങ്ങനെയാണ് നല്ല പേഴ്സണാലിറ്റി ഉണ്ടാകുക? അതിന് ഇമോഷനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? പലർക്കും സംശയം തോന്നാറുണ്ട്. തീർച്ചയായും നമ്മളുടെ മനസ്സിലുള്ള നമ്മൾ കടന്നുകൂടിയിരിക്കുന്ന നെഗറ്റീവ് വികാരങ്ങളെ നമ്മുടെ പേഴ്സണാലിറ്റിയുമായി ധാരാളം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതും നമ്മളുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്നതും എന്ന് ചെറിയ കാര്യങ്ങളായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. നല്ല വ്യക്തിത്വം ഉണ്ടാവാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും നമ്മുടെ ജീവിത ശൈലിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ നല്ല സ്വഭാവത്തിലേക്ക്, നല്ല ആകർഷണീയമായ ഒരു പെരുമാറ്റത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. എപ്പോഴും നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എപ്പോഴും പൊതുവേ നമ്മൾ മനസ്സിലാക്കാറുണ്ട്, ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കും, എന്നാൽ മറ്റുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുന്ന ഒരു രീതിയുണ്ട്. എപ്പോഴും അതൊന്ന് ആലോചിക്കുക. മറ്റുള്ളവർക്ക് സംസാരിക്കാനും അഭിപ്രായങ്ങൾ പറയുവാനും നമുക്ക് കേട്ട് നിൽക്കുവാനും ഉള്ളൊരു മനോഭാവം ഉണ്ടാക്കുന്നത് നമ്മളുടെ ആകർഷണീയത, നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ നല്ല സ്റ്റാൻഡായിട്ട് നല്ല രീതിയിൽ നടക്കാനും ഇരിക്കാനും, നല്ല ഉയർന്ന നട്ടലോടുകൂടി ഇരിക്കാനും, നടക്കുമ്പോഴും നമ്മൾ നല്ല പൗരുഷത്തോടു കൂടി നടക്കാനും കഴിയുന്നത് നമ്മളുടെ ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഒരു ലക്ഷണമാണ്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നമ്മൾ പെരുമാറുമ്പോഴും ഒക്കെ നമ്മളുടെ രീതികൾ നല്ല ക്വാളിറ്റിയുള്ള രീതിയിൽ ഒരു അലേർട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് എപ്പോഴും ആ ഒരു ഉണർവ് നമ്മളിൽ കാണാൻ കഴിയും. എന്നാൽ നമ്മൾ എപ്പോഴും ലൈവായിട്ട് ചിന്തിക്കുക. ഇമോഷണലി വീക്കായിട്ടുള്ള ഒരു വ്യക്തിക്ക് ലൈവായിട്ട് ചിന്തിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആകർഷണീയമായ വ്യക്തിത്വം കാണിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. എപ്പോഴും നമ്മൾ ലൈവായിട്ടുള്ള ചിന്തകളെ കൊണ്ടുവരിക. ഏത് കാര്യത്തിനാണെങ്കിലും പോസിറ്റീവായ ഇൻവോൾവ്മെന്റോടുകൂടി ഓരോ കാര്യം ചെയ്യുമ്പോഴും പോസിറ്റീവായിട്ടുള്ള അതിനകത്ത് ഇൻവോൾവ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോഴാണ് നമ്മളുടെ തൽക്ഷണമായ ചിന്തകൾ വരികയും അതിലെ ആകർഷണീയമായ വ്യക്തിത്വത്തിലേക്ക് മാറുകയും ചെയ്യുന്നത്. ആകർഷണീയമായ വ്യക്തിത്വത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട ചേരുവയാണ് നമ്മൾ ക്വാളിറ്റിയോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. നല്ല രീതിയിൽ സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നതിന് നമുക്ക് എപ്പോഴും ആ വിഷയത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണ ഉണ്ടാകണം. നമ്മൾ ഏതെങ്കിലും കാര്യത്തിന് ഏതെങ്കിലും അഭിപ്രായങ്ങൾ പറയുകയോ അത് തെറ്റായ അഭിപ്രായങ്ങളോ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത അഭിപ്രായങ്ങളോ സമയത്തും അസമയത്തും എടുത്ത് പറയുന്ന രീതിയോ എപ്പോഴും നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജനറൽ ആയിട്ടുള്ള നോളജും അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള നമ്മുടെ അറിവുകളും ന്യൂസുകളും അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രവണതയും നമുക്കുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പല കാര്യങ്ങളും വളരെ ഇമോഷണലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തും പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പറഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ പേഴ്സണാലിറ്റിയെയാണ് ബാധിക്കുക. പിന്നെ നമ്മളെപ്പോഴും വസ്ത്രധാരണത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളുടെ പ്രായത്തിനും പക്വതയ്ക്കും നമ്മളുടെ തൊഴിലിനും സംബന്ധിക്കുന്ന ഒരു വസ്ത്രധാരണമായിരിക്കണം നമ്മളെപ്പോഴും ചെയ്യേണ്ടത്. നമുക്കിവിടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യമുണ്ട്, ഏത് വസ്ത്രവും ധരിക്കാം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ മറ്റുള്ളവർക്ക് കൂടി നമ്മളുടെ ഐഡന്റിറ്റി മനസ്സിലാകുന്ന രീതിയിലുള്ള നമ്മളുടെ വസ്ത്രധാരണത്തിലേക്ക് പോകുന്നത് എപ്പോഴും ഉചിതമായിരിക്കും. അതുപോലെ തന്നെ നല്ല ആകർഷണീയമായ വ്യക്തിത്വമുള്ളവർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നവരായിരിക്കും. അവരുടെ രീതികളും പിന്നെ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങളിലും, അവരുടെ പെരുമാറ്റത്തിലെ, അവരുടെ കമ്മ്യൂണിക്കേഷനിലെ, അവരുപയോഗിക്കുന്ന വസ്തുക്കളിലൊക്കെ അപ്ഡേഷനും ഒരു പുരോഗമന രീതിയിലുള്ള മാറ്റങ്ങളും വരുത്തുന്നതിന് അവരെപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കും.
അപ്പോൾ ആകർഷണീയമായ വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മറ്റൊന്നാണ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ഓരോ വ്യക്തികളോടും നമുക്ക് പരിചയമുള്ളവരോ പരിചയമില്ലാത്തവരോ ആണെങ്കിൽ പോലും ഇടപഴകുമ്പോൾ എപ്പോഴും സ്നേഹത്തോടും സഹാനുഭൂതിയോടും ഒരു മനുഷ്യത്വത്തോടും കൂടി മാത്രം പെരുമാറുന്ന ഒരു വ്യക്തിത്വം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. ചിലരെ കണ്ടിട്ടില്ലേ, എപ്പോഴും സന്തോഷത്തിലിരിക്കും, അതുപോലെ തന്നെ അവർ ഇടപഴകുന്നവരോടും സന്തോഷിപ്പിക്കും. അപ്പൊ അതൊരു പ്രത്യേക രീതിയാണ്. നമുക്ക് എപ്പോഴും മനസ്സിൽ ഒരു മുഖത്തൊരു പുഞ്ചിരിയോടുകൂടി ഇരിക്കുന്ന ആൾക്കാരെ എപ്പോഴും ഏത് കാര്യത്തിനാണെങ്കിലും സന്തോഷത്തോടും ഒരു മുഖത്തൊരു സ്മൈല് കാണിക്കുന്നതും അവരെയും എല്ലാവരും അംഗീകരിക്കും. അത് നമുക്കത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. എപ്പോഴും മുഖത്തെ ആ പ്രസന്നതയും സന്തോഷവും നമ്മളുടെ വ്യക്തിത്വത്തിന് എപ്പോഴും മാറ്റുകൂട്ടും. ചിലർ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നർമ്മം കലർത്തി സംസാരിക്കുകയും കൂടെയുള്ളവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ വ്യക്തിത്വത്തെ നമ്മൾ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തും തമാശ പറയുക, ആ സമയത്തും നമ്മുടെ ശരിയായ സമയത്തല്ലാത്തപ്പോഴും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലിരിക്കുമ്പോഴും തമാശ പറയുക, അങ്ങനെയല്ല. നമ്മൾ ക്വാളിറ്റി ടൈംസിൽ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തോ നർമ്മം കലർത്തി സംസാരിക്കുന്ന, ചില പ്രസംഗത്തിൽ പോലും നർമ്മം കലർത്തി സംസാരിക്കുന്നവരെ നമ്മൾ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ആ ഒരു നർമ്മം കലർത്തുന്ന ഒരു വ്യക്തിയായിട്ടും എല്ലാത്തിനെയും ഭയങ്കര സീരിയസ് ആയിട്ട് മാത്രം കാണാതെ ഒരു പച്ചയായ ജീവിതത്തെ എൻ്റെ മാതൃകയിൽ കാണുകയും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നവരെ ഒരു നല്ല വ്യക്തിത്വമായിട്ടിൻ്റെ ഉടമയായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് നല്ല വ്യക്തിത്വം ഉള്ളവരാണെങ്കിൽ പോലും അവരെ ചില സ്റ്റൈല് കാണിക്കാറുണ്ട്, അല്ലേ? നമ്മുടെ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സ്റ്റൈൽ ഉണ്ടാവുക. ചിലവർക്ക് നടക്കുന്നതിലൊരു സ്റ്റൈല്, ഒരു പ്രത്യേക രീതിയിലുള്ള സ്റ്റൈൽ ഉണ്ടാവും. അതുപോലെ കമ്മ്യൂണിക്കേഷനിൽ സംസാരിക്കുന്നതിൽ ഒരു സ്റ്റൈല് വരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇരിക്കുന്നതിലും നടക്കുന്നതിലും എല്ലാ കാര്യങ്ങളിലും ഒരു സ്റ്റൈല് കൊണ്ടുവരുന്നവരുണ്ട്. അത് അറിഞ്ഞു കൊണ്ടുവരാം, ചിലവ് അറിയാതെ അവരുടേതായ ഒരു ശൈലിയിലും കൊണ്ടുവരാം. പക്ഷെ എന്നാലും നമ്മൾ ഇതിനെക്കുറിച്ച് എപ്പോഴും അലേർട്ടായിരിക്കണം. നമുക്കൊരു സ്റ്റൈലിഷായ രീതിയിലായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള പോക്ക് എന്ന് നമ്മൾ അലേർട്ടായിരിക്കണം. അത് നമ്മളുടെ വ്യക്തിത്വത്തെ വളരെ നന്നായിട്ട് ബാധിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പ്രഗത്ഭരായ പലരും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അവരെ എപ്പോഴും ഒരു ഓഡിയൻസിന്റെ അടുത്തേക്ക് വരുമ്പോഴും അതുപോലെ ഒരു സ്റ്റേജിൽ ഇരിക്കുമ്പോഴോ അവരെ പെർഫോം ചെയ്യുമ്പോഴോ ഒക്കെ വളരെ അലേർട്ടായിരിക്കും. ഈ അലേർട്ട് ആയതുകൊണ്ട് തന്നെ അവരുടെ ഓരോ ഫ്രെയിമും വളരെ വളരെ പേഴ്സണാലിറ്റിയോടുകൂടി കാണപ്പെടുന്ന ഒന്നായിട്ട് മാറാറുണ്ട്. അപ്പൊ അത് തന്നെ നമുക്ക് സാധാരണ രീതിയിലും അത് ശ്രദ്ധിക്കാൻ പറ്റുക. നമ്മൾ വളരെ സ്മാർട്ടായിട്ട് നല്ല വ്യക്തമായ രീതിയിൽ നമുക്ക് മനസ്സിലൊരു വ്യക്തമായ ധാരണയോടുകൂടി മാത്രം പെരുമാറുന്ന, വളരെ കോൺഷ്യസ് ആയി പെരുമാറുന്ന, എന്താണോ നമ്മൾ പെരുമാറേണ്ടതെന്ന് നമുക്ക് വ്യക്തമായ ഒരു ധാരണയോടുകൂടി പോകുന്ന രീതിയിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട്. നമ്മുടെ സംസാരത്തിന്റെ ഭാഷ എപ്പോഴും നമ്മൾ പോസിറ്റീവായ ഭാഷ ഉപയോഗിക്കുക. ചിലവരെ കണ്ടിട്ടുണ്ട് എല്ലാ കാര്യത്തിലും കംപ്ലൈൻസുകളും എല്ലാ കാര്യത്തിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ അതൊരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നല്ല വ്യക്തിത്വത്തിലേക്ക് പോകും തോറും നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ സംസാരിക്കുക, എല്ലാ കാര്യത്തിനെയും പോസിറ്റീവായിട്ട് കണക്കാക്കുക. നമുക്ക് സംഭവിച്ചിരിക്കുന്ന നെഗറ്റീവിനെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം അത് തന്നെ നമ്മുടെ കാര്യങ്ങളിൽ പോസിറ്റീവായിട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഉള്ളതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് എപ്പോഴും നമ്മളുടെ വ്യക്തിത്വത്തെ വളരെയധികം ആകർഷണീയമാക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളൊരു ഗ്രൂപ്പിലേക്ക് സംസാരിക്കുകയാണ്, ഒരു ചെറിയ ഗ്രൂപ്പ്, ഒരു 10 പേരൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ അതിനകത്തുനിന്ന് ചിലവര് ഒരാളോട് മാത്രം സംസാരിക്കുന്നവരുണ്ട്. ബാക്കിയുള്ളവരോട് സംസാരിക്കാനായിട്ടോ അങ്ങോട്ട് മാറി നിൽക്കാനോ അല്ലെങ്കിൽ അവരോട് കണ്ണുകളിലേക്ക് നോക്കാനോ ഒരു ചെറിയ ഒരു ചളിപ്പുള്ള പോലെ ഇരിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ഗ്രൂപ്പിനോടാണ് സംസാരിക്കുന്നതെങ്കിൽ ഓരോ മുഖത്ത് നോക്കി സംസാരിക്കുക. ഓരോ വ്യക്തികളെയും ജസ്റ്റ് നമ്മൾ കണ്ണോടിച്ചുകൊണ്ട് നോക്കി സംസാരിക്കാനുള്ള ഒരു ശൈലി നമ്മളുടെ വ്യക്തിത്വത്തിലേക്ക് കൊണ്ടുവരണം. ഒരു വ്യക്തിയോടാണെങ്കിൽ സംസാരിക്കുന്നെങ്കിൽ പോലും നമ്മളുടെ കണ്ണുകൾ പലയിടത്തോട്ടും പല സ്ഥലങ്ങളിലേക്കും തെറിച്ചു പോയിക്കൊണ്ട് സംസാരിക്കുന്ന രീതിയിൽ ആവരുത്.
നമ്മൾ ആവേണ്ടത് ഓരോ സംസാരത്തിലും നമ്മൾ മുഖത്തേക്ക് നോക്കി, അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കി സംസാരിക്കുന്ന രീതിയാണ് എപ്പോഴും ആകർഷണീയമായി വരാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ നല്ല ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കണം. നമ്മൾ സംസാരിക്കുന്ന ഭാഷ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല ഭാഷകൾ ഉപയോഗിക്കുക. നല്ല ഭാഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഉൾപ്രദേശങ്ങളിലൊക്കെ സംസാരിക്കുമ്പോൾ സാധാരണ ഭാഷകൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും പ്രൊഫഷണലായി നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായും നല്ല ഭാഷകളും നല്ല വാക്കുകളും ഉപയോഗിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പലപ്പോഴും നമുക്ക് ഈ ലോക്കൽ ലാംഗ്വേജുകളൊക്കെ നമ്മുടെ സംസാര ഭാഷയിൽ കയറി വരാറുണ്ട്. പക്ഷെ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ലാംഗ്വേജിലേക്കും മാറാനായിട്ട് സാധിക്കും. ആകർഷണീയമായ ഒരു പെരുമാറ്റം നടക്കണമെങ്കിൽ നമ്മൾ മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും മാനസികമായിട്ട് ശാന്തത കിട്ടുന്ന, നല്ല രീതിയിലുള്ള ശാന്തത കിട്ടുന്ന മെഡിറ്റേഷൻസ്, വ്യായാമങ്ങൾ, പ്രാണായാമങ്ങൾ, യോഗ മുതലായ കാര്യങ്ങളിൽ തുടർച്ചയായി ഏർപ്പെടുന്നത് എപ്പോഴും നമ്മൾ മുടങ്ങാതെ എല്ലാ ദിവസവും തന്നെ ചെയ്യുന്നത് എപ്പോഴും നമ്മളുടെ മനസ്സിന് ശാന്തതയും മനസ്സിലെ സംഘർഷങ്ങൾ മാറാനും കാരണമാകും. അതുകൊണ്ട് തന്നെ നല്ല വ്യക്തിത്വം കാണിക്കാനും പുഞ്ചിരിച്ചുള്ള മുഖം പുറത്തേക്ക് കാണിക്കാനും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ആകർഷണീയമായ വ്യക്തിത്വം ഉണ്ടാകട്ടെ, അതിലേക്ക് ഇതൊരു ചുവടുവയ്പായി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.